പ്രളയം ഒഴുക്കിക്കൊണ്ടുപോയ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയെ അവർ കണ്ടില്ല. കൊടുങ്കാറ്റിൽ നിലംപരിശായ ആദ്യ ജനതയെയും അവർക്ക് പാഠമായില്ല. ഘോരശബ്ദത്താൽ നിലം പൊത്തിയ സമൂദക്കാരും കൽവർഷത്താൽ കീഴ്മേൽ മറിഞ്ഞ് അപ്രത്യക്ഷമായ സദൂമുകാരും അവർക്ക് പിന്തിരിയാൻ പ്രേരണയായില്ല. സഹോദരൻ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സ്നേഹപൂർവമായ ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കാതെ മദിയൻ സമൂഹം തന്നിഷ്ടം കാട്ടിത്തുടങ്ങി. അനിവാര്യമായ ദൈവിക ശിക്ഷയിൽ അവരും വീടുകളിൽ കമിഴ്ന്നു വീണു, ഒരിക്കലും എഴുന്നേൽക്കാനാവാത്ത വിധം. അതെ, നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും മദിയൻ ജനതയുടെയും ഹൃദയസ്പർശിയായ ചരിത്രമാണ്. ഒരു പിതാവിനെ പോലെയായിരുന്നു ഷുഐബ് നബി അലൈഹി ഇസ്ലാം അവരോട് സംസാരിച്ചിരുന്നത്. അദ്ദേഹം അവരോട് പറഞ്ഞു, എൻ്റെ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. നിങ്ങൾക്ക് അവനല്ലാതെ മറ്റൊരാരാധ്യനില്ല. നിങ്ങളുടെ നാഥനിൽ നിന്ന് വ്യക്തമായ തെളിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതിനാൽ അളവും തൂക്കവും തികച്ചു കൊടുക്കണം. ഇതിനുള്ള മദിയൻകാരുടെ മറുപടി ഷുഐബ് നബി അലൈഹി ഇസ്ലാം പ്രതീക്ഷിച്ചതുപോലെയല്ലായിരുന്നു. കൃഷി, കച്ചവടം തുടങ്ങിയവയായിരുന്നു മദിയൻ ജനതയുടെ ജീവിതമാർഗം. കച്ചവടത്തിൽ കാണിച്ച ദുരാചരണമാണ് ഇവരെ കുപ്രസിദ്ധമാക്കുന്നത്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് മദിയൻ ജനത ചൂഷക സമൂഹമായി. ഇത് സംസ്കാരം പോലെ സ്വീകരിച്ച അവർ വസ്തുക്കൾ വാങ്ങുമ്പോൾ അളവ് കൂട്ടുകയും വിൽക്കുമ്പോൾ തൂക്കം കുറയ്ക്കുകയും ചെയ്തു. അവര് വഴികളിൽ പതിഞ്ഞിരുന്ന് കച്ചവട സംഘങ്ങളുമായി ഏറ്റുമുട്ടി നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്തവരായിരുന്നു. ഇതിനെല്ലാം പുറമെ പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞുള്ള ബഹുദൈവാരാധനയും ഏകദൈവത്തെ ധിക്കരിച്ച് അവർ പല ദൈവങ്ങളെയും ആരാധിച്ചു. ഈ സാഹചര്യത്തിലാണ് ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽപ്പെട്ട ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു അവിടേക്ക് പ്രവാചകനായി അയക്കുന്നത്. സമൂഹത്തിൻ്റെ ആരാധനാ രംഗത്തെ വൈപിക്കലിനും സാമ്പത്തിക രംഗത്തെ ചൂഷണത്തിനുമെതിരെ ഷുഐബ് നബി അലൈഹി ഇസ്ലാം ഉത്ബോധനം തുടങ്ങിയിരുന്നു. അവരെ വിവേകിയും വിനയശാലിയുമായിക്കൊണ്ട് ആദരിച്ചിരുന്ന ആ സഹോദരനെ സമൂഹം അകറ്റാനും ഭീഷണിപ്പെടുത്താനും തുടങ്ങി. എന്നാൽ ഷുഐബ് നബി അലൈഹി ഇസ്ലാം ക്ഷമ കൈവിടാതെ അവരെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. എന്നെക്കൊണ്ട് കഴിയുന്ന നന്മയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത് അള്ളാഹു മുഖേന മാത്രമാണ്. അവനിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യുന്നു. ഉപദേശം തിരസ്കരിച്ച സമൂഹത്തിന് ഗുണപാഠമാവട്ടെ എന്ന് ആശിച്ച് ചില കാര്യങ്ങളും ഷുഐബ് നബി അലൈഹി ഇസ്ലാം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയ സമൂഹമേ, നൂഹിൻ്റെയും ഹൂദിൻ്റെയും സോലിഹിൻ്റെയും നിങ്ങളിൽ നിന്ന് അധികം അകലെയല്ലാത്ത ലൂത്തിൻ്റെയും ജനതകൾക്ക് വന്നതുപോലെയുള്ള ശിക്ഷ നിങ്ങൾക്കും വരാൻ എന്നോടുള്ള വിരോധം ഇടയാക്കാതിരിക്കട്ടെ. നിങ്ങൾ നാഥനോട് മാപ്പ് തേടും, അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യും. അവൻ കരുണാനിധിയാണ്, സ്നേഹധനുമാണ്. എന്നാൽ സമൂഹം വിഡ്ഢിവേഷം കെട്ടുകയാണ് ഉണ്ടായത്. വ്യക്തമായ ഭാഷയിൽ അധ്യാപകനെ പോലെ സംസാരിച്ച ദൈവദൂതനോട് അവർ പറഞ്ഞു, ഷുഐബേ, നീ പറയുന്നതിൽ അധികവും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നീ ഒരു ബലഹീനൻ തന്നെ. പ്രബോധനം തുടർന്നപ്പോൾ ഭീഷണിയും മുഴക്കി. നിന്റെ കുടുംബക്കാരല്ലായിരുന്നെങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലുമായിരുന്നു. നീ ഞങ്ങൾക്ക് അത്ര വലിയ പ്രതാപിയുമൊന്നുമല്ല. മദിയൻകാരുടെ അവധിയെത്തി. അവസാനമായി ഒന്നുകൂടി പറഞ്ഞു, എൻ്റെ സമൂഹമേ, എൻ്റെ രക്ഷിതാവിൻ്റെ സന്ദേശം നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു. നിങ്ങളെ ഉപദേശിക്കുകയും ചെയ്തു. നിഷേധക്കൂട്ടത്തിനുമേൽ ഇനി ഞാനെന്തിനു ദുഃഖിക്കണം? അള്ളാഹുവിൻ്റെ കൽപ്പന പോലെ ആ ഘോര ശബ്ദം വന്നെത്തി. നേരം പുലർന്നപ്പോൾ മദിയൻ ജനത അവരുടെ പാർപ്പിടങ്ങളിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നു. അവിടെ അങ്ങനെ ഒരു ജനത വസിച്ചിട്ടേയില്ലാത്തതുപോലെ. അള്ളാഹു തആല ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ്, നാളെ മറ്റൊരു പ്രവാചക കഥയുമായിട്ട് നമുക്ക് കാണാം. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക.